കേരളത്തിൽ കൊലപാതകങ്ങളുടെ പരമ്പര സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ അനുഭവമായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുള്ള 23 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ 6 മണിക്കൂറിനിടെ തൻ്റെ കുടുംബക്കാരും സുഹൃത്തുക്കളുമായ 5 പേരെ കൊലപ്പെടുത്തുന്നു. സ്വന്തം ഉമ്മ ഗുരുതരമായി കിടക്കുന്നു. ഇങ്ങനെ ഈ വർഷം തന്നെ നിരവധി കൊലപാതകങ്ങളുടെ കഥയാണ് നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ കൊല്ലുമ്പോൾ കൈവിറക്കാത്ത രൂപത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണോ? ആരാണ് ഇവിടെ പ്രതികൾ? ഇൻസൈറ്റിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. നമ്മോടൊപ്പം ഇന്ന് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കൂടി ആയിട്ടുള്ള ഏർലി ചൈൽഡ്ഹുഡ് ഫൗണ്ടേഷൻ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഡോക്ടർ CP അഷ്റഫ് സാറാണ്. സർ, സ്വാഗതം. കേരളത്തിൽ ഇങ്ങനെ കൊലപാതകങ്ങളുടെ നീണ്ട ഒരു പരമ്പര നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ ഈ 2 മാസത്തിനിടയ്ക്ക് എത്ര സംഭവങ്ങളാണ് നമ്മൾ കേട്ടത്. സത്യത്തിൽ ആരാണ് ഇവിടെ പ്രതികൾ? നമ്മൾ ഇങ്ങനെയൊരു ചർച്ച വെക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നുണ്ട്. കുട്ടികളും പിന്നെ യുവാക്കളും യൂത്ത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സംഭവങ്ങളിലേക്ക് കൂടുതൽ അവർ തന്നെ പ്രതിയാകുന്ന ഒരവസ്ഥയാണ്. മുമ്പ് കുട്ടികളും അല്ലെങ്കിൽ യൂത്തായിരുന്നു ഇരകളാവുന്നുണ്ടായിരുന്നു. ഇരകൾ ഇത് നടപ്പിലാക്കുന്ന ആളുകളായി മാറുന്ന ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിലാണ് നമ്മളുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് മുമ്പുള്ള ചില സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്ത്രീകളും വലിയ കുറ്റകൃത്യങ്ങളിലെ പ്രതികളായിട്ട് മാറുന്ന സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കുട്ടികൾ ഈ പ്രതിസ്ഥാനത്തേക്ക് വരുന്ന സംഭവങ്ങൾ ധാരാളം കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിയിൽ വലിയ മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഉണ്ടാവുന്നുണ്ട്. സൊസൈറ്റിയുടെ പവർ സ്ട്രക്ചർ മാറുന്നുണ്ട്. നിയന്ത്രിക്കപ്പെടാതെ മനുഷ്യർ വളരുന്നുണ്ട്. നിയന്ത്രണങ്ങളില്ലാതെ മനുഷ്യർ വളരുന്നുണ്ട്. സൂപ്പർവിഷൻ ഇല്ലാതെ ആളുകൾ വളരുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചില സംഭവങ്ങളായിട്ട് വരും. ഇതിനിയും കൂടാനാണ് സാധ്യത, കുറയാനല്ല സാധ്യതയുള്ളത്, കൂടാൻ തന്നെയാണ് സാധ്യത. കാരണം നമ്മുടെ സൊസൈറ്റി ആസ് എ ഹോൾ, നമ്മൾ മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിന് എടുക്കുമ്പോൾ അതിൽ ഒരുപാട് പവർ സ്ട്രക്ചർ ഉണ്ടായിരുന്നു. മീൻസ് സോഷ്യൽ കൺട്രോളിൻ്റെ ഒരുപാട് ഏജൻസികൾ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഒന്ന് കുടുംബം, ഫാമിലികൾ. ഇപ്പോൾ കുറച്ച് നമ്മളൊരു പാൻഡമിക്കിൻ്റെ ശേഷം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഫങ്ഷണൽ ഫാമിലികളുടെ എണ്ണം കുറയുന്നുണ്ട്. കുടുംബങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് ഫങ്ഷണൽ ഫാമിലീസും ഉണ്ടാവും, ഡിസ്ഫങ്ഷണൽ ഫാമിലീസും ഉണ്ടാവും. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഒരു ഫങ്ഷണൽ ഫാമിലീൻ്റെ അകത്താണ് ഡിസിപ്ലിൻഡായ ഒരു എന്താ പറയുക സൊസൈറ്റിയിലേക്ക് അഡാപ്റ്റീവായ അല്ലെങ്കിൽ അതിൻ്റെ മൊറലിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടായി വരുള്ളൂ. അപ്പോൾ അത് ഫങ്ഷനിങ് അല്ലെങ്കിൽ സൊസൈറ്റീൻ്റെ ബേസിക് യൂണിറ്റാണ് ശരിക്കും ഫാമിലി. അത് തകരുമ്പോൾ അതിലൂടെ പുറത്തു വരുന്ന കുട്ടികളിൽ ഒത്തിരി പ്രശ്നങ്ങൾ കാണും. അതിൻ്റെ കുറേ റിഫ്ലക്ഷനാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൊസൈറ്റി ഈ ഫാമിലിയുടെ ഈ ഡിസ്ഫങ്ഷണൽ മോഡ് കൂടുന്തോറും എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു പ്രശ്നം വീണ്ടും കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആര് പ്രതിയെന്ന് നോക്കുന്നതിനേക്കാളും നല്ല ആര് എന്നതിനേക്കാളും എന്ത് സംഭവിക്കുന്നു നോക്കുന്നതായിരിക്കും കുറച്ചുകൊണ്ട് ഉണ്ടാവുക. ഏത് ചർച്ചയിലും ഹു ഈസ് റെസ്പോൺസിബിൾ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരുപാട് പിന്നെ പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ അകത്ത് ആരും ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ഈസ് ബിഹൈൻഡ് ദിസ്, എന്താണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സംഗതി അതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് കൂടാനാണ് സാധ്യതയുള്ളത്. ഈ റീസെന്റ് നടന്ന സംഭവങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ കൊലപാതകങ്ങൾ സംഭവിക്കുന്നത് അതിന് ട്രിഗർ ചെയ്യുന്ന പല ഘടകങ്ങളുണ്ടാവും. പക്ഷെ സ്വന്തം ഉമ്മയെ അല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാരെ, സ്വന്തം സുഹൃത്തുക്കളെ, മറ്റുള്ളവരെ ഒന്നുമല്ല, അടുത്ത് നിൽക്കുന്നവരെയാണ് ഈ കൊലപാതകങ്ങളിൽ എപ്പോഴും ഇങ്ങനെ കൊലപാതകങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മാറ്റം വരാനുള്ളത്? വളരെ നല്ലൊരു നിരീക്ഷണമാണത്. കാരണം പിന്നെ ഏറ്റവും ക്ലോസ് ആയ ഒരു സർക്കിളിൻ്റെ അകത്താണ് നടക്കുന്നത്. ഏറ്റവും അടുപ്പുള്ള മനുഷ്യർ തമ്മിൽ ഒരറപ്പുമില്ലാതെ ഇത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളിടത്തേക്ക് ഇത് ചെയ്യുന്ന ആളുകൾ എത്തിച്ചേരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് എത്തിച്ചേരുന്നത് എന്തുകൊണ്ടായിരിക്കും ചോദിക്കും. നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മളെ മനുഷ്യർക്കിടയിൽ, ആളുകൾക്കിടയിൽ ചില വ്യക്തിത്വ വൈകല്യങ്ങൾ വല്ലാതെ കൂടുന്നുണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അതിൻ്റെ ട്രെയ്റ്റ്സ് വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതല്ലെങ്കിൽ നാർസിസ്റ്റിക് ട്രെയ്റ്റ്സ് ഉള്ള ആളുകളുടെ എണ്ണം കൂടും. ഇപ്പോൾ നമ്മൾ അടുത്ത് കാണുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ നാർസിസ്റ്റിക് ട്രെയ്റ്റുള്ള ആളുകളുടെ ഒരുപാട് സവിശേഷതകൾ ഇവരിലൊക്കെ കാണാൻ പറ്റും. ഈ നാർസിസ്റ്റിൻ്റെ പ്രത്യേകിച്ചുള്ളൊരു സവിശേഷത എന്ന് വെച്ചാൽ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് എന്തു ചെയ്യും. അപ്പോൾ അതിന് ഒരാളെ ഉണ്ടാക്കാനും അവർക്ക് പറ്റും. മീൻസ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും അത് സ്വന്തം വളർച്ചയ്ക്ക് അത് തടസ്സാന്ന് കണ്ട് അത് ഇല്ലാതാക്കാനും അവർക്ക് മടിയൊന്നും ഉണ്ടാവില്ല.
അവർക്ക് അതിൻ്റെതായ ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു മെൻ്റൽ ഫ്രെയിമിൽ ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് നടന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾ പറഞ്ഞ പോലെ ഏറ്റവും ക്ലോസ് ആയ ബന്ധങ്ങളിലാണ് ഈ വളരെ ഏറ്റവും ഭീകരമായ കൊലപാതകങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിന് മടിയില്ലാതാവാണ് ആളുകൾക്ക്. അപ്പോൾ ഈ നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയുള്ള ഈ ട്രേറ്റ്സ് ഉണ്ടാക്കാൻ കാരണമാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രധാനമായിട്ടും പാരൻറ്റിക്കൽ മിസ്റ്റേക്കാണ്. കാരണം 80കളിലെ അല്ലെങ്കിൽ ഒരു മില്ലനിയം പാരൻസിൻ്റെ മക്കളാണല്ലോ ഇന്ന് കുട്ടികളായിട്ട് യൂത്തായിട്ടും സൊസൈറ്റിയിലുള്ളത്. ഈ മില്ലനിയം പാരൻസ് അല്ലെങ്കിൽ നമ്മൾ 80കളിലൊക്കെ ഈ വളർന്നു വന്ന മനുഷ്യർക്ക് കിട്ടിയൊരു പാരൻറ്റിങ് എന്ന് പറഞ്ഞത് ഭയങ്കര സ്ട്രിക്റ്റായ പാരൻറ്റിങ്ങാണ്. ഓവർലി കൺട്രോൾഡായ ഭയങ്കര നിയന്ത്രണങ്ങളുള്ള ഒരു പാരൻറ്റിങ്ങിലാണ് മിക്ക ആളുകളും വളർന്നു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സപ്രസ് ചെയ്ത ഒരു കുട്ടിക്കാലം ഉണ്ടാവും അവർക്ക്. അവർ വളർന്നു വലുതായി അവർ പാരൻസ് ആകുമ്പോൾ സംഭവിക്കുക എന്താ വെച്ചാൽ അവരിതിനങ്ങ് കൂട് തുറന്നു വിടുക എന്നുവെച്ചാൽ മക്കളെ ഫ്രണ്ട്സാക്കി എന്നുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ പാരൻ്റൽ സൂപ്പർവിഷൻ ഇല്ലാതെ കുട്ടികൾ വളരും, എഡിറ്റിംഗ് ഇല്ലാതെ വളരുമ്പോൾ പിന്നെ ഡിസോർഡർ എന്താവും, ഓർഡറായിട്ട് മാറും. ഓർഡർ ആകുമ്പോൾ പിന്നെ നമുക്കവിടെ ഒന്നും പറയാനില്ല, ഡിസോർഡർ ആയിരിക്കും അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനൊരു പ്രശ്നം ഇതിൻ്റെ പിറകിലുണ്ട്. ഫാമിലികൾ അതിൻ്റെ ഫങ്ഷണൽ മോഡിൽ നിന്ന് പോയി എന്നുള്ളത്. അതോടൊപ്പം സൊസൈറ്റിൻ്റെ അകത്ത് മാനസികാരോഗ്യം കുറഞ്ഞ മനുഷ്യരെണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. മാനസികാരോഗ്യം സൃഷ്ടിക്കുന്നത് പ്രധാനമായിട്ട് 2 ഏജൻസികളാണ്. ഒന്ന് ഫാമിലി, മറ്റൊന്ന് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മളുടെ. ഇത് രണ്ടിൻ്റെയും ഒരു എന്താ പറയുക റോള് നമ്മളുടെ യൂത്തിൻ്റെ ഇടയിൽ, കുട്ടികൾക്കിടയിൽ കുറഞ്ഞു വരുന്നുണ്ട്. സ്കൂളിലാണെങ്കിലും നമുക്ക് അധ്യാപകരുടെക്കിടയിലാണെങ്കിലും ഒക്കെ കുട്ടികളെ എന്ന് അവർക്ക് കയ്യിൽ കിട്ടുന്നില്ലല്ലോ. ആരോ ആണ് കുട്ടികളെ ശരിക്ക് ഒരു നെഗറ്റീവ് റോൾ മോഡലിങ് കുട്ടികൾക്കിടയിൽ വല്ലാതെ വളർന്നു വരുന്നുണ്ട്. നെഗറ്റീവ് റോൾ മോഡലിങ്. ഈ നെഗറ്റീവ് റോൾ മോഡലിങ് വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മെൻ്റൽ ഫ്രെയിം, നമ്മൾ പറയുന്ന പോലെ ഒരു ന്യൂറൽ പാത്വേ അതായിരിക്കും. ഈ ന്യൂറൽ പാത്വേ ആണ് മനുഷ്യൻ്റെ ബിഹേവിയറായിട്ട് മാറുക. സ്വാഭാവികമായിട്ടും ഈ വ്യക്തിത്വ പ്രശ്നങ്ങളുള്ള ആളുകൾ കൂടുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ സൊസൈറ്റിയിൽ വർദ്ധിക്കും. മറ്റൊരു ഘടകം, ഇപ്പോൾ നമ്മൾ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ അതിലേക്ക് നമുക്ക് വരാം. ഈ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം, അതുപോലെ വയലൻസിനെ എൻഡോസ് ചെയ്യുന്ന സിനിമകളുടെ സ്വാധീനം, ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഈ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ സ്വാധീനിക്കുന്നില്ല? തീർച്ചയായിട്ടും ഉണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സോഷ്യൽ ഫാക്ടേഴ്സിൻ്റെ ഭാഗമാണ്. അതായത് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു നോർമലൈസ് ചെയ്യപ്പെട്ടൊരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിലുണ്ട്. മുമ്പ് ലഹരി ഉപയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മുമ്പ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള മദ്യപാനാണെങ്കിൽ കഞ്ചാവാണ് എന്താണെങ്കിലും അതൊരു മറക്കപ്പുറത്തായിരുന്നു നടന്നിരുന്നത്. ഇന്നത് പിന്നെ എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്, മറ നീക്കി പുറത്തു വരുന്നു. അപ്പോൾ അതെന്താവും, നോർമലൈസ് ചെയ്തു. അപ്പോൾ ഈ നോർമൽ സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലാത്തവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് വരും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കൗൺസിലിംഗ് സെൻ്ററിലൊക്കെ വരുന്ന കുട്ടികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല പ്രൊഫഷണൽ കോളേജുകളിൽ, മെഡിക്കൽ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ വരുമ്പോൾ റൂമിലും അവരെ ക്യാമ്പസിലൊക്കെ ഇത് നോർമലാണ് അവർ. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നവൻ അബ്നോർമലാവും. അപ്പോൾ ഇതൊരു പ്രശ്നമാണല്ലോ. അത് നേരത്തെ പറഞ്ഞ ഡിസോർഡർ ഓർഡർ ആകുമ്പോൾ സംഭവിക്കുക എന്താ വെച്ചാൽ പിന്നെ ഈ വളരെ കുറച്ച് ആളുകളായിട്ട് ഇത് ഉപയോഗിക്കാത്ത ആൾക്കാർ മാറും. അപ്പോൾ സിമ്പിളി നമ്മളൊരു മയക്കുമരുന്നിൻ്റെയൊക്കെ മാത്രം ഇത് പോകേണ്ടതില്ല. മയക്കുമരുന്ന് നമ്മുടെ നാട്ടിലുണ്ട്, അതിൻ്റെ വെറൈറ്റി ഓഫ് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ എന്ന് വെച്ചാൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഗവൺമെൻറ്റൽ ഏജൻസികൾക്ക് ഇതിൻ്റെ അകത്തുള്ള റോള് നമ്മൾ എടുക്കേണ്ടതുണ്ട്. കാരണം ഒരു ഡ്രഗ് ഒരാളുടെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ജേണി ഉണ്ട്. 3 ഘട്ടങ്ങളാണ് ഈ ഡ്രഗ് അബ്യൂസ് നമ്മൾ എടുത്തു നോക്കണം. 1 ഇതിൻ്റെ പ്രൊഡക്ഷനാണ്, 2 ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്, 3 ഇതിൻ്റെ കൺസെപ്ഷൻ ഉപയോഗമാണ്. ഇതിൽ പലപ്പോഴും പിടിക്കപ്പെടുന്ന ആരാണ്? കൺസെപ്ഷൻ. അവിടെ തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഏജൻസികൾ ഡിസ്ഫങ്ഷനിലാവുന്നുണ്ട്, അതായത് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ കൺസെപ്ഷൻ എൻഡിലുള്ള ആളെ പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ശിക്ഷകൾ അത്ര വലിയതൊന്നുമല്ല. അതിലൊരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. നേരെ മറിച്ച് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ. ഈ പ്രൊഡക്ഷൻ സെൻറ്ററും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനലും ഉണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ, ഇതിനെ ടാക്കിൾ ചെയ്യാൻ നമ്മുടെ നിലവിലുള്ള വ്യവസ്ഥകൾക്ക് പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇങ്ങനെ തന്നെ പോകാനാണ് സാധ്യത. പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോപ്പുലർ മീഡിയകൾ, പ്രത്യേകിച്ച് സിനിമ. ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരുപാട് യുവനടന്മാർ പല സിനിമകളും അതിലെ പ്രധാനപ്പെട്ട സംഗതികൾ എന്ന് പറഞ്ഞാൽ വയലൻസിൻ്റെ ഒരു എന്താ പറയുക ഒരു വിശുദ്ധവൽക്കരണം എന്നൊക്കെ പറഞ്ഞു.
എന്നുവെച്ചാൽ വയലൻസിൻ്റെ മോഡിലേക്ക് തന്നെ എല്ലാം മാറുക. മുമ്പ് സിനിമകളാണെങ്കിലും അതിലൊരു എ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. അഡൾട്ടായ ആളുകൾ മാത്രം കണ്ട കണ്ടന്റുള്ള സിനിമകൾ. ഇന്നത് പോയില്ലേ, OTT വന്നതോടുകൂടെ ആ ബൗണ്ടറി പോയി. അപ്പോൾ എല്ലാം എല്ലാവർക്കും അവൈലബിൾ ആവുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് പിന്നെ ഡിസഗ്രിമെൻറ്റ്സ് വരാറുണ്ട്. അതായത് സിനിമകളൊന്നുമല്ല, സിനിമകൾ വരുന്നതിൻ്റെ മുന്നേ ഒരു സംഭവമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്തൊരു കാര്യം, ചെറിയ കുട്ടികൾ, 12 വയസ്സിന് മുമ്പുള്ള കുട്ടികൾ ഇത്തരം സിനിമകളിലേക്ക് നിരന്തരം എക്സ്പോസ്ഡ് ആവുമ്പോൾ അവരുടെ ജീവിത സമീപനം എന്ന് വെച്ചാൽ മെൻ്റൽ മാപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രെയിം എന്ന് പറയുന്ന ഇതന്നെ ഏറ്റുമോ. അപ്പോൾ ഈ ന്യൂറൽ പാത്വേസ് ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇറ്റ് ഇസ് ഓക്കെ എന്നുള്ളൊരു സാധനം അതിൻ്റെ അകത്ത് വരും. ഇതാണ് സിനിമകൾ ചെയ്യുന്ന വലിയൊരു ദ്രോഹം. അപ്പോൾ ആരാണ് ഈ സിനിമക്ക് പിന്നെ ഇതിന് സെൻസറിങ് അപ്രൂവൽ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഗവൺമെൻറ് ഏജൻസികളാണ്. ഗവൺമെൻറ്റിൻ്റെ റോൾ നമ്മൾ ഇതിലെടുത്ത് നോക്കുകയാണെങ്കിൽ, സർക്കാർ റോളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര തമാശ ഇതിൻ്റെ അകത്ത്. 3 റോളുകൾ കാണാൻ പറ്റും. ഒന്ന്, വളരെ സൈലൻ്റായിട്ട് കൈയും കെട്ടി നിൽക്കുന്ന റോളുണ്ട് ഇതിൻ്റെ അകത്ത്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട്. 2, ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന റോളുകളുണ്ട്. ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം കൃത്യമായിട്ട് ഇത്തരം സിനിമകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ആര്, ഈ ഇത്തരം സംഗതികളൊക്കെ നടക്കുമ്പോൾ ഇതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാതെ, ഇതിൻ്റെ റൂട്ടിൽ അഡ്രസ്സ് ചെയ്യാതെ പെരിഫറലായിട്ട് മാത്രം ഇതിനെ ടച്ച് ചെയ്ത് പോകുന്നത്, അതിനെ പ്രൊമോട്ട് ചെയ്യലാണ് ശരിക്കും. ഇതേ ഗവൺമെൻറ് ഏജൻസികൾ തന്നെ ഇതിനെതിരെയുള്ള ബോധവൽക്കരണം നടത്തുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ കീഴിലും ഏജൻസികളുടെ കീഴിൽ ഇതിനെതിരെ ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ വളരെ പാരഡോക്സിക്കലായ വൈരുദ്ധ്യാത്മകമായ റോൾ ഇതിൻ്റെ അകത്ത് സർക്കാർ ഏജൻസികൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും കുട്ടികൾക്കിടയിലാണെങ്കിലും യൂത്തിൻ്റെ ഇടയിലാണെങ്കിലും ഇതിൻ്റെ പ്രശ്നം ഉണ്ടാകും. കാരണം ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്രെയിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരും. ബ്രെയിൻ്റെ സ്ട്രക്ചറിലും ഫങ്ഷനിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങോട്ടാണ് ഒരു മനുഷ്യനെ കൊണ്ടുപോകുക എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അവൻ്റെ എല്ലാ സോഷ്യൽ ഫങ്ഷൻസിനെയും അത് ബാധിക്കും. ഡ്രഗ് ഒരു പ്രതി തന്നെയാണ് ഇതിൻ്റെ അകത്ത്. വേറൊരു റോളും കൂടി എനിക്ക് തോന്നിയത്, മനുഷ്യരെല്ലാവരും നമ്മുടെ നാടെന്താ ഇങ്ങനെ എന്ന് പറയുന്ന സമയത്ത് ഗവൺമെന്റ് ഏജൻസികളും നമ്മോടൊപ്പം ചേർന്ന് അയ്യോ നമ്മളിതാ നശിക്കുന്നതെന്ന് വിലപിക്കുന്ന ഒരു പക്ഷെ അങ്ങനെ അതിനുവേണ്ടിയല്ലല്ലോ ഇവിടുത്തെ ഗവൺമെന്റ് ഏജൻസികൾ. അവരിവിടുത്തെ ഡ്രഗ് മാഫിയയെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിന്റെ ഉത്ഭവസ്ഥാനം കണ്ടെത്തി നശിപ്പിക്കാനുള്ള പ്രധാന ഉത്തരവാദിത്വം ഇവിടെ ഗവൺമെന്റിനാണ് സ്വാഭാവികമായിട്ടും. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എൻഫോഴ്സ് ചെയ്യപ്പെടുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. കാരണം ഇത് ഗവൺമെൻറ് ഏജൻസികൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. കാരണം ആരും വീട്ടിൽ സ്വന്തമായിട്ട് കഞ്ചാവ് ഉണ്ടാക്കുന്നില്ല, MDMA ഉണ്ടാക്കുന്നില്ല. മുമ്പ് വാറ്റൊക്കെ ഉണ്ടാക്കുമായിരുന്നു, കള്ളവാറ്റൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് വിൽക്കുമായിരുന്നു. പക്ഷെ അതുപോലെയല്ല ഇത്. MDMA സിന്തറ്റിക് ഡ്രഗ്സ് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ സെൻ്ററുകളുണ്ട്. അപ്പം എന്തുകൊണ്ട് അതിനെ പിന്നെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല, ആ റൂട്ടിൽ പോയിട്ട് ഇതിനെ പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും മാഫിയകൾ വർക്ക് ചെയ്യുന്നുണ്ടോ, വേറെ എന്തെങ്കിലും കോക്കസ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരു സംശയമുണ്ട് സൊസൈറ്റിൻ്റെ അകത്ത്. കാര്യം എത്ര മൈന്യൂട്ടായ സംഗതികളും ചിലപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നമ്മളെ ഉദ്യോഗസ്ഥർക്ക് പറ്റുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ കേസിൽ അവർ ഹെൽപ്ലെസ് ആവുന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ട് നമ്മുടെ മുമ്പിൽ. അതോടൊപ്പം നമ്മൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആ കൊലപാതകങ്ങളുടെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ലൈവ് കവറേജ് കൊടുക്കുന്ന മാധ്യമങ്ങളുടെ ഒരു ഇപ്പോഴത്തെ പുതിയ കാലത്തെ ഒരു ടെൻഡൻസി കൂടി നമ്മൾ എടുത്തു പറയണമെന്ന് തോന്നുന്നു. ഇത് സത്യത്തിൽ കൊലപാതകം അവിടെ സംഭവിക്കുന്നു, ഒരു നിർഭാഗ്യവശാൽ അവിടെ സംഭവിക്കുന്നു. പക്ഷെ അതിനെ മാധ്യമങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതി, അതിലൊരു പ്രശ്നം കാണുന്നില്ല. വളരെ റെലവൻ്റായ ഒരു സംഗതിയാണത്. അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റി, പ്രത്യേകിച്ച് ഒരു പാൻഡമിക്കിൻ്റെ ശേഷം ഉണ്ടായത്, നമ്മളൊരു ഫോമോലാണ് ജീവിക്കുന്നത്. ഫോമോ എന്ന് പറയുന്ന ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഇറലവൻ്റായി പോവോ, ഞാൻ ഔട്ടായി പോവോ, ഞാൻ ഇല്ലാണ്ടായി പോവോ, എനിക്ക് ഒന്നും ഇല്ലാതായി പോകുമോ എന്നുള്ളൊരു ഫിയർ മിക്ക മനുഷ്യരുടെ അകത്തുണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൂടുതൽ എൻഗേജ്ഡ് ആകുമ്പോൾ സംഭവിക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ മീഡിയയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെയാണ് എല്ലാവരും ലൈഫിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നിരന്തരം ഈ അപ്ഡേറ്റ്സുകളിലേക്ക് പോവുക, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവണം, ഫോട്ടോസ് ഇടണം, പോസ്റ്റ് ചെയ്യണം, എന്ത് കിട്ടിയാലും അത് റെലവൻ്റ് ആണ് ഇല്ലെങ്കിലും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കണം. ഇതിൻ്റെ പിറകിലുള്ള സംഗതി ഈ ഫോമോ ആണ്. മിസ് ഔട്ടായി പോകുക എന്നുള്ളൊരു ഫോമോ. ഈ ഫോമോ തന്നെയാണ് എവിടെയും വർക്ക് ചെയ്യുന്നത്, മീഡിയ പേഴ്സൺസിൻ്റെ ഇതിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ആരായിരിക്കണം? ഞങ്ങളായിരിക്കണം. റീച്ച് കൂട്ടാൻ മനുഷ്യൻ്റെ വൈകാരികതയെ വിൽക്കുക, ക്യാമറൻ്റെ മുമ്പിൽ വിൽക്കുക എന്നുള്ളൊരു സംഗതിയുണ്ട്. ഇത് വലിയൊരു പ്രശ്നമാണ്.
വലിയൊരു പ്രശ്നമാണത്. കാരണം ഒരിക്കലും മനുഷ്യൻ്റെ വൈകാരികതയെ വിൽക്കാൻ പാടില്ലല്ലോ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ. എൻ്റേതായാലും നിങ്ങളതാണെങ്കിൽ നമ്മളൊക്കെ ഇമോഷൻസൊക്കെ പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. ഇപ്പോൾ ഒരു സാധാരണ മരണമല്ല ഈ നടക്കുന്നൊന്നും. ഒരു സാധാരണ മരണം നടക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ ആളുകളൊക്കെ അതുമായിട്ട് കോപ്പപ്പാവും, അതുമായിട്ട് പൊരുത്തപ്പെടും. ഇത് പെട്ടെന്ന് നമ്മൾ നട്ടുച്ചക്ക് സൂര്യൻ അസ്തമിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ വീട്ടിലെ ഒരു കുടുംബത്തിലെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ പിന്നെ വേണ്ടപ്പെട്ട ആളുകൾ അങ്ങ് ഇല്ലാതായി പോകുന്നു. ഈ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാൻ മനുഷ്യന്മാർക്ക് ദിവസങ്ങളോ മാസങ്ങളോ എടുക്കും. ആ മനുഷ്യരുടെ മുമ്പിലേക്ക് പോയിട്ട് നമ്മൾ ലൈറ്റും ക്യാമറയായിട്ട് ചെല്ലാനുള്ള ഒരു മാനസിക തലത്തിലേക്ക് മാധ്യമപ്രവർത്തനം എത്തുന്നു എന്നുള്ളത് അവരും ഈ ഫോമോൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത്. ശരിക്കും അവിടുത്തെ ഏറ്റവും മനോഹരമായ ഭാഷ സൈലൻസാണ്. എല്ലാം നഷ്ടപ്പെട്ടൊരു മനുഷ്യൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ കയ്യൊന്ന് പിടിച്ച് ഒന്ന് മിണ്ടാതിരുന്നാൽ മതി. അതിനേക്കാൾ പവർഫുള്ളായ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കാനില്ല. അപ്പോൾ അവരോട് ഇൻട്രോഗേറ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ബൈറ്റ് കിട്ടുമോ എന്ന് ചോദിക്കുന്ന നേരത്തിലേക്ക് നമ്മളുടെ പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയ എത്തുന്നു എന്നുള്ളത് അതെനിക്ക് തോന്നുന്നത് വ്യവസ്ഥാപിതമായ മീഡിയകൾ ഇന്ന് മത്സരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയോട് മത്സരിക്കേണ്ടി വരുമ്പം ഈ പിന്നെ ഓരോ മീഡിയനെയും മുന്നോട്ട് കൊണ്ട പോളിസികളുണ്ടാവും. ഈ പോളിസികളൊക്കെ അവർക്ക് മാറ്റി വെക്കേണ്ടി വരും. ഈ പോളിസികൾ മാറ്റി വെച്ചില്ലെങ്കിൽ ഞങ്ങൾ മിസ് ഔട്ടാവും. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സെക്കൻഡിൽ ഇത് എത്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളിടത്തേക്ക് ഒരു ഫിയർ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അതായിരിക്കും ഒരു പക്ഷേ ഈ റിപ്പോർട്ടർമാരെല്ലാം അങ്ങോട്ട് എത്തിക്കുന്നത്. എന്നാലും ഇതിൻ്റെ ഇടയിലൊക്കെ ഉത്തരവാദിത്വത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്ന മാധ്യമങ്ങളുണ്ട് കേട്ടോ, അത് നമ്മൾ കാണാതെ പോകരുത്. അങ്ങനത്തെ മാധ്യമങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ വിഷയമുണ്ട്, അതായത് ഇതിനെ ഒരു പ്രത്യേക തരത്തിലേക്ക് കവർ ചെയ്ത് കൊണ്ടുവരിക, ഇത്തരം വിഷയങ്ങളൊക്കെ ഒരു 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 ബൈറ്റ് മാത്രമാക്കി മാറുക, ഇതിൻ്റെ പിറകിലുള്ള സംഗതികളെക്കുറിച്ച് പഠിക്കാതെയോ ഡിസ്കസ് ചെയ്യാതെയോ പോവുക. ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാലോ ട്രോമ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ ന്യൂസ് ആളുകളിലേക്ക് എത്തി, പിന്നെ അവിടെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പിന്നെ അതിൻ്റെ പിന്നിലുള്ള പ്രതികളാണെങ്കിൽ എന്താണെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ്. അത് അവർ ചെയ്തോളും. അതിൻ്റെ പിറകിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അതിന് പരിശീലനം കിട്ടിയ ആളുകളല്ല മാധ്യമ പ്രവർത്തകർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, നമ്മളിപ്പോൾ ഈ നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു, ഫാമിലി ഡിസ്ഫങ്ഷൻ ആയതിനെ കുറിച്ച് പറഞ്ഞു. സാറിന്റെ ഒരു നിരീക്ഷണത്തിൽ ഈ ഒരു ടെൻഡൻസി ഇനിയും കൂടുമെന്നാണല്ലോ സാർ പറഞ്ഞു വെച്ചത്. ഒരു കൗൺസിലർ എന്ന നിലക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ഇത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ അതുകൂടി നമ്മൾ പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ഒരു പിന്നെ പ്രശ്നത്തിനെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും സാധ്യമായ ഇൻ്റർവെൻഷൻ എന്താണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് തന്നെയാണ് കുടുംബങ്ങളുടെ എന്താ പറയുക ഒരു ഫങ്ഷണൽ മോഡ് കൂട്ടാനുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ പിന്നെ ഫാമിലി എന്നുള്ള യൂണിറ്റിനെ അതിൻ്റെതായ സ്പേസിൽ അതിൻ്റെ റെസ്പെക്റ്റിൽ എടുക്കാൻ കഴിയണം. ഫാമിലി തന്നെയാണ് ശരിക്കും ഒരു മനുഷ്യൻ്റെ ഒരു 10 വയസ്സ് വരെയാണ് അല്ലെങ്കിൽ 8 വയസ്സ് വരെയാണ് ഒരു കുട്ടിയുടെ ലൈഫിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റായ ഫൗണ്ടേഷണൽ ഇയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫൗണ്ടേഷണൽ ഇയേഴ്സിൽ നിർമ്മിക്കപ്പെടുന്ന ജീവിത വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീടുള്ള ജീവിതാനുഭവങ്ങൾ ഓരോരുത്തരും പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ആ കാലയളവിൽ രക്ഷിതാക്കൾ ആരാണോ പാരൻ്റൽ റോൾ വരുന്ന ആളുകൾ ട്രോമാറ്റിക്കായ പാരൻറ്റിങ് ഇല്ലാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതി. ട്രോമകൾ ആൻറ്റി സോഷ്യലായ നാർസിസ്റ്റുകളായ മനുഷ്യന്മാരുണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന ഒരുപാട് ഈ യൂത്തിനെയൊക്കെ സ്വാധീനിക്കുന്ന പലരുടെയും കുട്ടിക്കാലം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ട്രോമാറ്റിക്കായ പാരൻറ്റിങ് കിട്ടിയവരായിരിക്കും. ആ ട്രോമകളിൽ നിന്ന് അവർ നിർമ്മിച്ചെടുത്ത സംഗതികളാണ് അവർ സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നത്. 2 ഓവർ പാരൻറ്റിങ് നടക്കുന്നുണ്ട്. അത് കുട്ടികളെണ്ണം കുടുംബങ്ങളിൽ കുറഞ്ഞപ്പോൾ സംഭവിച്ചതാണ്. നോ പറയാത്ത പാരൻസ്, പെർമിസീവായ പാരൻറ്റിങ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തും കിട്ടും എന്തും നടക്കും എന്നുള്ളിടത്തേക്ക് കുടുംബങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും പാരൻസ് ഒരു ഘട്ടത്തിൽ കഴിയുമ്പോൾ നിസ്സഹായരാകും. ഒരു ഘട്ടത്തിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതെല്ലാം നിറവേറ്റി കൊടുക്കും. എന്നുവെച്ചാൽ ആഗ്രഹങ്ങളെ മുഴുവൻ നിറവേറ്റി കൊടുക്കുന്ന പാരൻറ്റിങ് ഉണ്ട്. ഇത് വളരെ ഡേഞ്ചറാണ്. അതിലൂടെ നിർമ്മിക്കപ്പെടുന്ന കുട്ടികൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാവില്ല, റെസ്പോൺസിബിലിറ്റി കുറവായിരിക്കും, വഷളത്തരായിരിക്കും അവർക്ക് കൂടുതലുണ്ടാവാൻ സാധ്യതയുള്ളത്. പിന്നെ അവർ വിചാരിക്കുന്നതൊക്കെ നടക്കണം, അവർക്ക് തോൽക്കാൻ പാടില്ല, തോൽവി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തോൽക്കാതിരിക്കാൻ അവരെന്തും ചെയ്യും, വിചാരിക്കുന്നതൊക്കെ നടക്കണം. അതായിരിക്കും അവരുടെ ഒരു ഫ്രെയിം, ലൈഫ് ജീവിതത്തിൻ്റെ ഫ്രെയിം അതായിരിക്കും. അപ്പോൾ അതിൽ ഫാമിലികൾ കൃത്യമായ രീതിയിൽ കൃത്യമായ പാരൻ്റൽ ട്രെയിനിങ്ങുകൾ പരിശീലനങ്ങൾ ലഭിക്കുക എന്നുള്ളൊരു സംഗതി ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ നമ്മളൊരു വളരെ ടോക്സിക്കായ ഒരു പോസിറ്റിവിറ്റിയുടെ കാലത്തൂടെയാണ് ജീവിക്കുന്നത്. എന്നുവെച്ചാൽ എപ്പോഴും പോസിറ്റീവായിരിക്കണം നമ്മൾ. ഇപ്പോൾ നമ്മൾ ഈ മോട്ടിവേഷണൽ സ്പീച്ചസൊക്കെ കേൾക്കുന്ന ആളുകൾ നമ്മൾ ഗംഭീരമായിട്ട് കൂടുന്നുണ്ട്. ഇതൊരു തരത്തിലൊരു സൊസൈറ്റി വീക്കാവുന്നതിൻ്റെ ലക്ഷണമാണ്.
വീക്കാവുന്നതിൻ്റെ ലക്ഷണമാണ് ശരി. ഇത്രയും പിന്നെ എന്താ പറയുക, മോട്ടിവേഷണൽ സ്പീച്ചസിൻ്റെ സ്പേസ് ഒന്നും ശരിക്കും ഇവിടെ ഇല്ല എന്ന് പറയാം. എപ്പോഴും ഒരു മനുഷ്യന് പോസിറ്റീവായിരിക്കാനൊന്നും ആവശ്യമില്ല ഇതിൻ്റെ അകത്ത്. മനുഷ്യൻ്റെ ലൈഫിലെല്ലാം വരും, എല്ലാ ഫീലിങ്സും വരും, എല്ലാ തോട്ട്സും വരും. അതിനെ മൈൻഡ്ഫുള്ളായിട്ട് വാച്ച് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും അതിനെ നോട്ടീസ് ചെയ്യാനും അതിനെ ലൈഫിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയാന്നുള്ളൊരു സംഗതിയുണ്ട്. അതിന് പകരം ഞാൻ എപ്പോഴും പോസിറ്റീവായിരിക്കണം. ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഒരു ടോക്സിക് ആയൊരു സിറ്റുവേഷൻ അത് എവിടെ നിന്നൊക്കെയോ നമുക്ക് കിട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ കുടുംബങ്ങൾ, പിന്നെ അതേപോലെ ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഇത്തരം സംഗതികൾ, ഇതിലൊക്കെ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ നല്ല ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഫാമിലിക്ക് തന്നെയാണ് റോളുള്ളത്. സ്കൂളിങ്ങിന് വലിയ റോളുണ്ടായിരുന്നു. ഒരു നമ്മൾ സ്കൂളിനെ കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പം ഒരു മോറൽ ഗൈഡൻസും മോറൽ മെൻറ്ററിങ്ങും കുട്ടികൾക്ക് മിസ്സാവുന്നുണ്ട്. കോഗ്നിറ്റീവായ പ്രാക്ടീസ് അഥവാ കേരളത്തിലൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ശരിക്കും ഇത്തരം കുട്ടികൾ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്ക് സ്ട്രക്ചറായ ചില പ്രശ്നമുണ്ട് ഇവിടെ. ഇപ്പോഴും അക്കാഡമിക് അച്ചീവ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു മാർക്കിൽ ഗ്രേഡിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ജേണി തന്നെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ എന്നുള്ളത്. ആ പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ മാറിയിട്ടൊന്നുമില്ല. മാർക്ക് പോയി ഗ്രേഡ് വന്നതേ ഉള്ളൂ, പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഭയങ്കരമായ പ്രഷറുകളുണ്ട്. ഇതാണ് വലിയ ഉന്നത കലാലയങ്ങൾ പഠിക്കുന്ന കുട്ടികൾ നമ്മൾ കാണുന്നൊരു സാധനമാണ്. അക്കാഡമിക്കലി ഒരു ബ്രില്യൻ്റ് ആയിരിക്കും, പക്ഷേ ലൈഫിലെ എക്സ്പീരിയൻസുകളുടെ മുമ്പിൽ അവർ തോറ്റുപോകും. റാങ്കിങ്ങിൻ്റെയൊക്കെ പിന്നിലുള്ള ചില സംഗതികൾ നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂ എഡ്യൂക്കേഷന് വലിയ പ്രാധാന്യം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഒത്തിരി സ്പേസോടെ വാല്യൂ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും പക്ഷെ അതിൻ്റെ അകത്തും ചെറിയ വിഷയം കിടക്കുന്നത് എന്താ വെച്ചാൽ രണ്ട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒന്നിപ്പോഴും അത് ടെക്സ്റ്റ് ബുക്ക് സെൻറ്റേർഡാണ്, എക്സാം ഫോക്കസ്ഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ഔട്ട്കം ലൈഫിൽ ഉണ്ടാവില്ല. ആ എക്സാം കഴിയുന്നതോടുകൂടി, ആ ടെക്സ്റ്റ് ബുക്ക് കഴിയുന്നതോടുകൂടി അത് ലൈഫിൽ നിന്ന് പോകും. അതൊരു ലൈഫിലേക്ക് ആവശ്യമുള്ള ലേണിംഗ് ആയിട്ട് മാറാത്തിടത്തോളം കാലം നമ്മൾ കൊടുക്കുന്ന മതവിദ്യാഭ്യാസമാണെങ്കിലും എന്താണെങ്കിലും കുട്ടികളിൽ സ്വഭാവ സംസ്കരണത്തിന് അത് ഒരു കാരണമാവില്ല. സ്വഭാവ സംസ്കരണത്തിന് അത് കാരണമാവണമെങ്കിൽ, ഒരു ബിഹേവിയറൽ ചേഞ്ചിന് കാരണമാവണമെങ്കിൽ അത് എക്സാമിൽ നിന്നും ടെക്സ്റ്റ് ബുക്കിൽ നിന്നും മാറണം. മനുഷ്യൻ അങ്ങനെ ഒരു എന്താ പറയുക, അക്കാഡമിക് ജീവിയായിട്ട് മാത്രം ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഒരു കാര്യം ഇവിടെ പങ്കുതിൽ പറയേണ്ടതുണ്ട്. ഒരു കോവിഡിന് ശേഷം പ്രത്യേകിച്ച് നമ്മളുടെ ഒരു വർക്ക് കൾച്ചറിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു കൾച്ചർ വല്ലാതെ വരുന്നുണ്ട്. ഇത് ഒരുപാട് ഡിജിറ്റൽ നൊമേഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. കോവർക്കേഴ്സ് ഇല്ല, അങ്ങനെ പ്രത്യേക സ്പേസ് ഒന്നുമില്ല, എവിടെ ഇരുന്ന് ഒരാൾക്ക് വർക്ക് ചെയ്യാം. അതൊരു സാധ്യതയാണ്. പക്ഷെ സാധ്യതയാവുന്നതൊക്കെ ബാധ്യതയാവും. സാധ്യതയാവുന്ന എല്ലാ കാര്യങ്ങളും ബാധ്യതയാവും. ഇങ്ങനത്തെ ഒരു യൂത്തിൻ്റെ ഇടയിലാണ് ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, പിന്നെ അവനവൻ എങ്ങനെ ജീവിക്കാമല്ലോ. ഈ ഡിജിറ്റൽ നൊമേഡ്സ് കൂടിക്കൂടി നമുക്ക് വരുന്നുണ്ട് നമുക്കിടയിൽ. നമ്മളിപ്പോൾ ഫാമിലിയുടെ കാര്യം സംസാരിച്ചു, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ കാര്യങ്ങൾ സംസാരിച്ചു, ഭരണകൂടത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. സൊസൈറ്റി എന്ന നിലയിൽ ഈ ഒരു ടെൻഡൻസി കുറക്കാൻ ഓരോ വ്യക്തിയും സൂക്ഷിക്കേണ്ട ഒരു മുൻകരുതലുകളെ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മെൻ്റൽ ഹെൽത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതാണ് താഴോട്ട് പോകുന്നത്. നമ്മൾ അക്കാഡമിക്കലി ഒരുപാട് ബ്രില്യൻ്റ് ആവുന്നുണ്ട്, നമ്മൾ ടെക്നിക്കലി നമ്മൾ അപ്ഡേറ്റഡ് ആവുന്നുണ്ട്, എല്ലാം ആവുന്നുണ്ട്. പക്ഷെ മെൻ്റൽ ഹെൽത്തിൽ താഴോട്ട് പോകും. മെൻ്റൽ ഹെൽത്തിൽ താഴോട്ട് പോകുന്നതിന് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. കാരണം നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ സ്വാധീനിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് നമ്മൾ എന്തൊക്കെ ആയിട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു, ആരുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിരിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ മാനസികാരോഗ്യത്തെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളായിരിക്കും. മുതിർന്നവരായ മനുഷ്യന്മാരാണെങ്കിലും യൂത്ത് ആരാണെങ്കിലും സ്വന്തം മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയേണ്ടതുണ്ട്. അതിന് നമുക്ക് മറ്റൊരാളെ കുറ്റപ്പെടുത്താനൊന്നുമില്ല. അപ്പോൾ അതിനാവശ്യമുള്ള പ്രൊഫഷണലായ സപ്പോർട്ടുകൾ എടുക്കണമെങ്കിൽ എടുക്കണം. അതിനാവശ്യമുള്ള ജീവിത എന്താ പറയുക നിലപാടുകളിലേക്ക് നമ്മൾ മാറുക എന്നുള്ളൊരു സാധനത്തിൻ്റെ അകത്ത് വരേണ്ടതുണ്ടാവും. ലൈഫ് ഈസ് അൾട്ടിമേറ്റ്ലി അതൊരു ജീവിക്കാനുള്ളത് തന്നെയാണ് എന്നുള്ള മീൻസ് ഒരു സാധനം ഉണ്ടല്ലോ. നമുക്ക് ലൈഫിനെ കുറച്ചുകൂടെ ക്വാളിറ്റേറ്റീവായ രീതിയിൽ ഇപ്പോൾ സക്സസ്സിനെയൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുത്തൊരു പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടെ നമ്മളുടെയൊക്കെ ഒരു ഹോളിസ്റ്റിക്കായ ഒരു ഗ്രോത്തിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്തുകൊണ്ട് വിജയത്തെയും സക്സസിൻ്റെ ഫോർമുലിനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരോടും മത്സരിക്കേണ്ടതൊന്നുമില്ല. നമുക്ക് ഏറ്റവും മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവ് ഓരോരുത്തർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റൈറ്റ്. അപ്പോൾ ഈയിടെയായി കേരളത്തിൽ നിരന്തരം വളരെ ദാരുണമായ കൊലപാതകങ്ങളുടെ വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിൽ പലരും അതിൻ്റെ ഉത്തരവാദികളാണ്. ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്താലും ഇല്ലെങ്കിലും
നമ്മൾ ഓരോരുത്തരും മുൻകരുതലുകൾ എടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു പ്രവണത വർദ്ധിക്കും. കൂടുതൽ മനുഷ്യരുടെ ദാരുണമായ കഥകൾ കേൾക്കേണ്ടി വരും. അത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്കും കയറി വന്നേക്കാം. അതിനെതിരെ നമ്മൾ ഓരോരുത്തരും മുൻകരുതലുകൾ എടുക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് സാർ പറഞ്ഞു വെച്ചത്. വളരെ നന്ദി. നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.